സമയം രാത്രി 10:30. കണിയൊരുക്കാനുള്ള പരിപാടിയിലാണ് ഞാനും ചേച്ചിയും. കണിയൊരുക്കാൻ കൂടാൻ പറഞ്ഞപ്പോൾ കുളിക്കാൻ പോയ അളിയൻ, കണി നോക്കി നിൽക്കുന്ന തപ്പു. എന്തായാലും പറ തപ്പു. ആ ട്രാൻസ്ഫർ ആയി. എടുക്ക് വെറുതെ ഇരുന്ന് പൊടി പിടിച്ചെന്ന് തോന്നുന്നു. കൃഷ്ണൻ നീ തുടച്ചെടുക്കണം. ഓർത്തിരിക്കും. ഇതാണ് ഞങ്ങളെ കൃഷ്ണൻ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കണി വെക്കാൻ വേണ്ടി വാങ്ങിയ കൃഷ്ണൻ. സുന്ദരൻ കൃഷ്ണൻ. അമ്മ തുണിയരിയോ കുറച്ച് വൃത്തിയാക്കണം. കുറെ കാലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണനൊന്ന് ഞങ്ങളെ വീട്ടിലുണ്ടായ വെള്ളരി എന്തൊരു വലിപ്പം വലിപ്പുണ്ടായിരുന്നു. ഈ വെള്ളരിന്റെ വള്ളി വലുതാകുന്നതിന് കോഴി ചിക്കിയിട്ട് വള്ളി കയറും. അതുകൊണ്ട് വെള്ളരി മാത്രമേ. അതിങ്ങനെ വെച്ചാൽ മതി. ഇത് പക്ഷേ അറേഞ്ച്മെന്റിന് പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല, പഴം ഇവിടെ ഇരുന്നോട്ടെ. അല്ല, ഇത് വെറുതെ കൂട്ടിയിട്ട പോലെ ഉണ്ടാവും. അത് എനിക്കൊരു സംശയം ഉണ്ട്. പൊടി കൊണ്ട് വെറ്റില്ല അടക്കാം. നോട്ട് വേണം. നോട്ട് കളിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതെടുത്ത് അങ്ങോട്ട് നിൽക്കുക വേണ്ടു. കമോൺ. വാൽക്കണ്ണാടിയിൽ നമ്മള് കൃഷ്ണനെ കാണണം. എന്നാ പിന്നെ സെറ്റ് ചെയ്യും. സെറ്റാക്കി അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കണ്ണാടിയിൽ കണ്ണാടി വെച്ച് കൃഷ്ണനെ കാണുന്നു തോന്നലുണ്ട്. ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ തലമാറ്റി നല്ല നോക്കാം. എന്തിനാ പ്ലേറ്റ്? ഇത് നമുക്ക് കണി അല്ല വിഷുക്കൈനീട്ടം കൊടുക്കാൻ 2 രൂപ പോയി അരി പൂവ് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കണി കൊന്നപ്പൂവും കൂടി വെച്ച സെറ്റ് കൊന്നെടുത്തുണ്ടോ? ഒരു പൂവെടുത്തുണ്ടാവും. ഞങ്ങൾ കണി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തപ്പൂനെ മാനേജ് ചെയ്യുന്നതാണ് അമ്മേൻ്റെ പണി. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രണ്ടിൽ കെട്ടി തൂക്കാൻ സെക്ഷൻ മാറ്റിക്കും. ബാക്കിയുള്ള
നമ്മൾ ഫ്രണ്ടിൽ വെള്ളരി തൂക്കി, കൊന്നപ്പൂ തൂക്കി, സെറ്റായി. ഇപ്പോൾ സമയം 12:30. കണിയെല്ലാം സെറ്റായി. രാവിലെ എണീച്ച് കണിയുണ്ടാതി. സമയം പുലർച്ചെ 5 മണി. കണി കാണാൻ എണീച്ചതാണ്. കണിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അമ്മ രാവിലെ തന്നെ എണീച്ച് കണിയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചതാണ്. ഞാൻ എണീച്ച് കണി കണ്ട് ഏച്ചി എണീച്ച് വരുന്നുണ്ട്. ഇരുടായോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഏച്ചിയുടെ കണി കാണുന്നുണ്ട്. കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് എൻ്റെ അളിയൻ കണി കാണാൻ വരുന്നത്. അതാ വരുന്ന അളിയൻ. അളിയൻ വന്ന് കളി കണ്ടതിന് ശേഷം അമ്മ രാവിലെ തന്നെ അമ്മേൻ്റെ വകയായിട്ട് കൈനീട്ടം, എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കും തന്നു 100 രൂപ. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷു ആണ്. അപ്പോൾ ഇന്ന് വിഷു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ആദ്യം നമുക്ക് അടുക്കളയിലെ പരിപാടികൾ എന്താണെന്ന് നോക്കാം. എന്താ പച്ചവെള്ളം? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരി, അമ്മേൻ്റെ മസാലക്കറി, പൊരിച്ച പത്തിരി പരത്തി സെറ്റാക്കി വെച്ച്. പൊരിക്കാനായോ? എണ്ണ ചൂടായോ? ബ്ലോഗ് എടുക്കുന്ന എന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടിരിപ്പിക്കാറ്. പൊരിച്ച പത്തിരിയായി കഴിഞ്ഞു. അഭിപ്രായം? വിഷുവിനെ തുള്ളി കളിക്കണം. അമ്മച്ചിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന വാങ്ങപ്പോ അതൊന്നല്ല വാങ്ങാനുള്ളേ. ഞങ്ങൾ ചില്ലറന്ന് വേണം നോട്ട് മേടിപ്പിക്കത് അതിന് വായിൽ തിന്നാളാണോ? മോനെ മുതല അപ്പോ ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ആ കൊന്നപ്പൂരത്ത് വായിലിടാൻ നോക്കിയാൽ മതി. ആ ബലം കൊടുക്കാൻ വേണ്ടിട്ട് ഒച്ച ഉണ്ടാക്കാൻ തോന്നുന്നു. അപ്പോ ഈ വെള്ളരി തലയിൽ വീഴണ്ട, എന്റെ അടിയിൽ നിന്നിടാൻ വലിച്ചിട്ട്. അപ്പോ ഇതാണ് വീട്ടിലെ സ്പെഷ്യൽ വിഷുവിന്. നെയ്ച്ചോറ്, ബീഫ് ചില്ലി, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, അച്ചാറ്, കച്ചമ്പർ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം.
റിവ്യൂ Which അറിയാലോ one is beef? Which one is ഇത് കഴിച്ചിട്ട് chicken? ഇതെല്ലാം സൂപ്പർ സാധനം. അടിപൊളി ഫ്രൈഡ് റൈസ്. ഈ റൈസ് ഏയ്